റീ റിലീസിംഗ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമുക്ക് എന്താ തോന്നുക, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ? ആർട്ടിസ്റ്റ് എന്നുള്ളതിൽ ഒരുപാട് ലെജൻഡ്സ് അഭിനയിച്ചൊരു പടമല്ലേ അത്. ഇപ്പൊ വന്ന് കാണാൻ പറ്റിയതിനൊരു ഭാഗ്യം. ജൂലൈ 6, 1989 ജൂലൈ 6-നാണ് ഇത് റിലീസായത്. ഇന്ന് ജൂലൈ 7. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് അത് ഇവരുടെ ഒപ്പം ലാലേട്ടനും ഒക്കെ ഉണ്ട്, ഇവരുടെ ഒപ്പം ഇരുന്ന് കാണുമ്പോൾ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആണ്. ആസ് എൻ ആർട്ടിസ്റ്റ് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ്. അപ്പോൾ ഇന്ന് തിയേറ്ററും ഷെയർ ചെയ്യാൻ സാധിച്ചല്ലേ? അതെ, അതൊരു വലിയ ഭാഗ്യമായിട്ടായിരുന്നു. ഇപ്പം എന്തായാലും 10-ാം തീയതി റിലീസാണ്. അപ്പോൾ എന്തായിരിക്കും ഇത് കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും പോയി കാണുക, എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരുപാട് പേര് അവരുടെ കുട്ടിക്കാലത്ത് കണ്ട ഒരു മൂവിയല്ലേ. ഈ പറഞ്ഞ പോലെ പലരും തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാവില്ല. നമുക്ക് ഇത്രയധികം ഇതൊന്നും തിയേറ്ററിൽ പോയി കാണുന്നൊന്നും അത്രയും വന്നിട്ടില്ല. അപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുക വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. സ്വപ്നേച്ചി, ഇതിലെ ഏത് സീനാണ് കൂടുതൽ വിഷമം ഉണ്ടാക്കിയത്? വിഷമുണ്ടാക്കിയത് പറഞ്ഞ പോലെ ലാലേട്ടൻ ആ ടെസ്റ്റൊക്കെ പാസ്സായി ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ആ ലൈഫിലുണ്ടാകുന്ന ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ. അവിടെ ഇപ്പൊ അവര് അച്ഛനും മോനും ആഗ്രഹിച്ച പോലെ തന്നെ നമ്മൾ പ്രേക്ഷകരും ആ ഒരു ആഗ്രഹത്തിലാണ് അദ്ദേഹം പോലീസ് ആവുന്നു എന്നുള്ളത്. അപ്പൊ അവിടെ വെച്ച് ആ ലൈഫ് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുമ്പോൾ നമ്മളും അതിനൊപ്പം എന്താ തകർന്നു പോവുക എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഫീൽ ചെയ്തു. ഒരുപാട് സങ്കടം ഉണ്ടാക്കി. സങ്കടം